അപ്പം നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് കേട്ടോ. കണ്ടോ, ഈ വഴി നടന്ന് നമ്മളങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ പാലത്തിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ ഗായ്സ്. ഇത് ഈ വീടിൻ്റെ കാവൽക്കാരനാണ് കേട്ടോ, കാവൽക്കാരി. ഈ വഴി ഇങ്ങനെ നടന്നു വരികയാണ് നമ്മൾ. ഇതാണ് താഴ്ഭാഗത്ത് പാലത്തിൻ്റെ മേൽ സൈഡിൽ നിന്ന് വ്യൂ കണ്ടിട്ട് പോകുന്നവരെല്ലാവരും താഴെ കൂടെ ഇറങ്ങി വന്നിട്ട് നല്ല അടിപൊളി വ്യൂ ആണ്. പാലത്തിൻ്റെ മുകളിലുള്ളതിനേക്കാൾ കുറച്ചുകൂടെ അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അറിയാം. സൂപ്പറാണ് കേട്ടോ. ഇവിടെ അടുത്ത് നല്ലൊരു കുരിശടിയുണ്ട്. നമ്മുടെ അൽഫോൻസ അമ്മയുടെ ഒരു കുരിശടിയുണ്ട് കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. അൽഫോൻസ അമ്മയുടെ ഒരു ചെറിയ കുരിശടിയുണ്ട്. അടിപൊളി വ്യൂ ആണ്. സൂപ്പർ സൂപ്പർ. ഇന്ന് പാലത്തിൻ്റെയൊക്കെ പണി പൂർത്തിയാക്കിയതിൻ്റെയൊക്കെയാണ് ഗൈസ്. ബാക്കിയുള്ള സാധനങ്ങൾ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അടിയിലാണ് നല്ല ഫുഡൊക്കെ കിട്ടുന്ന നാടൻ ചിക്കൻ കറി, നമ്മുടെ ആറ്റമീൻ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. എപ്പോഴും വന്നാലും നമ്മുടെ ആ പാലത്തിൻ്റെ ഇഞ്ഞ് അറ്റത്ത് വന്നിട്ട് ഈ സൈഡിൽ കൂടെ ഇറങ്ങി ഇങ്ങനെ സൈഡിൽ കൂടെ ഇറങ്ങി നമുക്ക് കേൾക്കുമ്പോൾ ഫാമിലിയായിട്ടൊക്കെ വന്ന് കഴിക്കാൻ പറ്റിയ സ്ഥലമാണ്. കഴിച്ച് വെളിയിലിറങ്ങി വന്നവർക്ക് കഴിക്കുന്നവർക്ക് ഇവിടെ നിന്ന് കഴിക്കാം. നമുക്ക് വലിയ ഉണ്ടോ ഗൈസ്, കുറുമ്പി മക്കളും പാലത്തിൻ്റെ അടിയിലേക്കാണ്. പാലം ഒടിഞ്ഞ് താഴെ നിന്ന് വരും. വേണ്ട ഗൈസ്, നമ്മുടെ പാലത്തിൻ്റെ അടിവശമാണ്. ആ കുരിശടിയോട് ചേർന്നാണ് ഈ ചെറിയൊരു കടയൊക്കെ ഉള്ളത്. വരുന്നവരേക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ള എല്ലാ ഭക്ഷണങ്ങളും ഉണ്ട് ഇവിടെ. മൂട്ടിലൊന്നും നിന്നാൽ പോരാ, എല്ലാവർക്കും പാലത്തിൻ്റെ മണ്ടയിലൊക്കെ കയറി കയ്യും കാലും മുറിച്ചാൽ ഇതായിരിക്കണം ഒത്തി. ഇതാര് അപ്പം ഗായ്സ് കണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. പറയാൻ ഒരു രക്ഷയില്ല. ഇനി ആദ്യമൊക്കെ ഞങ്ങൾ വന്നപ്പോൾ കരുതി ഇവിടെ വന്നാൽ ഫുഡ് അടിക്കാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ എന്ന് കരുതി. പക്ഷേ ഇവിടെ വരുന്നപ്പോൾ അടിപൊളി ഒരു കട കണ്ടു. നല്ല നാടൻ ഫുഡ് കിട്ടും. ഇനി നിങ്ങൾക്ക് ഞാൻ ആരും കാണിച്ചു തരാത്തൊരു അടിപൊളി സംഭവം കാണിച്ചു തരാം ഗായ്സ്. പാലത്തിൻ്റെ അടിയിൽ കടന്തക്കൂടാണോ തേനീച്ചക്കൂടാണോ ദൈവമേ ഇത് എന്തോ. പാലം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ അടിയിൽ ആരോ കൂട് വെച്ച് കയറിയിട്ടുണ്ട്, താമസം ഉറപ്പിച്ചിട്ടുണ്ട്. തേനീച്ചയാണെന്ന് തോന്നുന്നു കേട്ടോ, പെരുന്തേനാണെന്ന് തോന്നുന്നു. വലിയ തേനീച്ചയുടെ കൂടാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് ആരും കാണിച്ചു തന്നിട്ടുണ്ടാവില്ല. അപ്പം അവർ വീടും വെച്ച് നോക്കിയിട്ടുണ്ട്. പാലത്തിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് കയറിയിട്ടുണ്ട് ഗായ്സ്. ഇതാണ് പാലത്തിൻ്റെ മുകളിലെ വ്യൂ ആണ് കേട്ടോ. ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വന്ന് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടോ. ഭയങ്കര സെൽഫി എടുക്കാം, വീഡിയോസൊക്കെ എടുക്കാം, ഫോട്ടോസ് എടുക്കാം, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം. നല്ല അടിപൊളി വ്യൂ ആയതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും വരും കേട്ടോ. ഇവിടെ ഭയങ്കര ഒരു ഭംഗിയാണ് പ്രകൃതിയുടെ. ഇല്ലേ പറ്റണായിരിക്കും. അപ്പോൾ കണ്ടോ അങ്ങനെ കുറേ ദൂരെ ഈ പാലം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഭയങ്കര വ്യൂ ആണ് കേട്ടോ, 4 സൈഡിലുള്ള കാണേണ്ട. സൂപ്പർ. അടിപൊളിയല്ലേ, കണ്ടോ, സെറ്റ്. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ ഗൈസ്. താങ്ക് യു.